Hi students, welcome to our GK class. Today we are going to study page 36, Standard 5 GK, page 36. Okay, this is page 36, an animal quiz. Okay. Can you see this? An animal quiz. A newly born rabbits are blind and hairless. Okay, newly born rabbits are blind and hairless. Crocodiles have no sweat glands, so they keep their mouth open to release heat. അതായത് ക്രോക്കോഡൈൽസിന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഹീറ്റ് റിലീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, എ ഗോൾഡ് ഫിഷ് ഹാസ് എ മെമ്മറി സ്പാൻ ഓഫ് അറ്റ്ലീസ്റ്റ് 3 months. ഗോൾഡ് ഫിഷിൻ്റെ മെമ്മറി സ്പാൻ എന്ന് പറയുന്നത് 3 months ആയിരിക്കും. ആൻഡ് എ ഗാർഡൻ കാറ്റർപില്ലർ ഹാസ് 248 muscles in its head. അതായത് ഗാർഡൻ കാറ്റർപില്ലറിൻ്റെ ഹെഡിൽ 248 മസിൽസ് ഉണ്ട്. 248 muscles in its head. Animals such as koalas, opossums and kangaroos are called marsupials. Marsupials എന്ന് പറയുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? കോളാസ്, opossums and kangaroos. Why they are called marsupials? എന്തുകൊണ്ടാണ് അതിനെ മാർസുപ്പിയൽസ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഹാവ് എക്സ്റ്റേണൽ പൗച്ചസ് ടു പ്രൊട്ടക്ട് ദെയർ യങ് വൺസ്. അതായത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിന് എക്സ്റ്റേണൽ പൗച്ചുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കങ്കാരു അതിൻ്റെ കുഞ്ഞിനെ അതിൻ്റെ പൗച്ചിൽ കൊണ്ടു നടക്കുന്നത്. ദേ ഹാവ് എക്സ്റ്റേണൽ പൗച്ചസ് ടു പ്രൊട്ടക്ട് ദെയർ യങ് വൺസ്. ആൻഡ് കങ്കാരൂസ് ആൻഡ് എമൂസ് കനോട്ട് വോക്ക് ബാക്ക്വേർഡ്. അതുപോലെ പുറകോട്ട് നടക്കാൻ പറ്റുകയില്ലാത്ത 2 ജീവികളാണ് കങ്കാരൂസും എമൂസും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റീഡ് ദ ക്ലൂസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ചൂസ് ഫ്രം ദ ബോക്സ്. ബോക്സിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ഫ്ലൈറ്റ്ലെസ് ബേർഡ് lived on the island of Mauritius but is now extinct. മൗറീഷ്യസിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ബേർഡാണ്, അതിപ്പോൾ വംശനാശം സംഭവിച്ചു. അതിൻ്റെ പേരാണ് ഡോഡോ. ഫസ്റ്റ് വൺ ഡോഡോ. ആൻഡ് സെക്കൻഡ്, ദ ടൈഗർ കീൽബാക്ക് ഈസ് വൺ ഓഫ് ഇറ്റ്സ് സ്പീഷ്യസ് but is no way related to the tiger. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ ബ്രസീലിയൻ റെയിൽറോഡ് വേം ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ബ്രസീലിയൻ റെയിൽറോഡ് വേം. ആൻഡ് തേർഡ് വൺ, ദേ ആർ ഫൗണ്ട് ഓൺ എവരി കോണ്ടിനെൻറ്റ് എക്സെപ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഒഴിച്ച് മറ്റുള്ള കോണ്ടിനെൻറ്റ്സിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ബീസ്. തേർഡ് വണ്ണിൻ്റെ ആൻസർ ബീസ്. ആൻഡ് ഫോർത്ത് വൺ, ദിസ് വാട്ടർ ആനിമൽ ഈസ് കോമൺലി കോൾഡ് സീ കൗ. സീ കൗ എന്നറിയപ്പെടുന്ന വാട്ടർ ആനിമലാണ് ക്രോക്കോഡൈൽ. ഫോർത്ത് വൺ ക്രോക്കോഡൈൽ. ആൻഡ് ഫിഫ്ത്ത് വൺ, ബാംബു ഈസ് ഓൾമോസ്റ്റ് ദ എൻറ്റയർ ഡയറ്റ് ഓഫ് ദിസ് ആനിമൽ. ഈ ആനിമലിൻ്റെ എൻറ്റയർ ഡയറ്റ് എന്ന് പറയുന്ന ബാംബു ആണ്. ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ ജെയിൻറ്റ് പാണ്ട ആണ്. ജെയിൻറ്റ് പാണ്ട. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ, ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ ജെയിൻറ്റ് പാണ്ട. ആൻഡ് സിക്സ്ത് വൺ, ദ മോസ്റ്റ് ഒബ്വിയസ് ഫീച്ചർ ഓഫ് ഹഡ്ജി ഹോക്ക് ഈസ് ഇസ് സ്പൈൻ ആണ് ആൻസർ. സ്പൈൻ. സിക്സ്ത് വൺ സ്പൈൻ. This is a marine. Seventh one, this is a marine animal also called lion's mane. Answer manatee ആണ്. manatee. Okay.
And eighth one, animals producing their own light are called bioluminescent. അതായത് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആനിമൽസിനെ പറയുന്ന പേരാണ് ബൈലൂമിനിസെൻറ്റ് ഓർ ബിലൂമിനിസെൻറ്റ്, എങ്ങനെ വേണേലും പറയാം. ബൈലൂമിനിസെൻറ്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് പ്രൊഡ്യൂസിങ് ദെയർ ഓൺ ലൈറ്റ്. ഓക്കെ, the head of these bioluminescent animals glow red while its sides glow green. ആൻസർ ജെല്ലി ഫിഷ് ആണ്. എയ്ത്ത് വണ്ണിൻ്റെ ആൻസർ ജെല്ലി ഫിഷ്. അതുപോലെ നയൻത്ത് വൺ, എ ഡാഷ് കനോട്ട് സ്റ്റിക്ക് ഇറ്റ്സ് ടങ് ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് held in one place by a membrane. നയൻത്ത് വണ്ണിൻ്റെ ആൻസർ സ്നേക്ക് ആണ്. സ്നേക്ക്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ക്യാൻ യു സീ ദിസ്? ഈ ബോക്സ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദേ ആർ മെർക്കാറ്റ്സ് ആൻഡ് നോട്ട് എലൈൻസ്. We saw them in the movie The Life of Pi. Okay. പേജ് 36-ലെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന പേജ് 35 ആണ്. 36 ആണ് ആദ്യം പറഞ്ഞത്. ഇനി പേജ് 35. The world of plants. Correct the answers. Tick the correct answer. First one, can you see this? This is page 35. Okay, 36 ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി നമ്മൾ 35 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രീ ഹാസ് റൂട്ട്സ് that grow from underside of the branches directly to the ground? അതിൻ്റെ ആൻസർ ബനിയൻ ട്രീ ആണ്. എ ആണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. സെക്കൻഡ്, വേർ ഡസ് ദ കാക്ടസ് പ്ലാന്റ് മേക്ക് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് ഫുഡ്? കാക്ടസ് പ്ലാന്റ് അതിൻ്റെ ഫുഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ ബി ആണ്, സ്റ്റെമ്മിലാണ് സ്റ്റോർ ചെയ്യുന്നത്. തേർഡ് വൺ, ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ പ്ലാന്റ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് സിമ്പിൾ ഷുഗർ. ഓക്കെ, സിമ്പിൾ ഷുഗർ ഫോമിലാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദീസ് ഈസ് അനദർ നെയിം ഓഫ് ടോഡ് സ്റ്റൂൾ? ടോഡ് സ്റ്റൂളിൻ്റെ വേറൊരു പേരാണ് മഷ്റൂം. പോയിസണസ് മഷ്റൂം എന്നൊക്കെ പറയും. മഷ്റൂമാണ് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ. അതുപോലെ ഫിഫ്ത്ത്, what is the name of the furry green or black coat that a piece of damp bread gets covered within time? ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ മോൾഡ് ആണ്. നെക്സ്റ്റ് സിക്സ്ത് ആണ്, വിച്ച് ഓഫ് ദീസ് നട്ട്സ് ഹാസ് സെൻറ്റർ ഫിൽഡ് വിത്ത് ലിക്വിഡ്? അതിൻ്റെ ആൻസർ കോക്കനട്ട് ആണ്. സിക്സ്ത് വണ്ണിൻ്റെ ആൻസർ എ കോക്കനട്ട്. അതുപോലെ സെവൻത്, പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ഡ്രൈ ലാൻഡ്സ് ലൈക്ക് ഡെസേർട്ട് ആർ കോൾഡ്? ഡ്രൈ ലാൻഡ്സിൽ വളരുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് സീറോഫൈറ്റ്സ്. ഓക്കെ, അതുപോലെ എയ്ത്ത് വൺ, ദ ലീവ്സ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ആഡ് ഫ്ലേവർ ടു ഡിഷസ്? എയ്ത്ത് വണ്ണിൻ്റെ ആൻസർ സി ഹെർബാണ്. നയൻത്, വൈ കാൺ മഷ്റൂംസ് മേക്ക് ദെയർ ഓൺ ഫുഡ്? മഷ്റൂംസ് എന്തുകൊണ്ടാണ് ഇവയുടെ ഫുഡ് സ്വന്തമായി പ്രിപ്പയർ ചെയ്യാത്തത്? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട്. ബി ആണ് ആൻസർ. അതുപോലെ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോളജി ആൻഡ് ബോട്ടണി? What is the difference between biology and botany? Biology is the study of all living things. ബയോളജി എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോളജി. ബട്ട് ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഓക്കെ, അതുപോലെ തന്നെ
Rafflesia. Can you see this? Rafflesia is found only in Malaysia. മലേഷ്യയിൽ കാണപ്പെടുന്ന ഒരു തരം പൂവാണ് Rafflesia എന്ന് പറയുന്നത്. It is huge, speckled 5-petaled flower with a diameter up to 106 cm, weight up to 10 kg, making it the world heaviest flower. വേൾഡിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഫ്ലവർ ആണ് Rafflesia. Okay. So these are all today's topic. You study well. We will meet in the next class. Thank you.